ഇന്ന് നമുക്ക് കറുമുറ ഒരു കുഴലപ്പായാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി നാളികേരവും ഒരു പിടി ഉള്ളിയും 4 വെളുത്തുള്ളിയും ലേശം ജീരകവും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ടേ. എന്നിട്ട് 3 ഗ്ലാസ് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ മിക്സും കൂടി അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് മാറ്റി വയ്ക്കണ്ടേ. ഇനി 2 ഗ്ലാസ് അളവിലാണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. എൻ്റെ ഗ്ലാസ് അളവ് ഇതാണേ. ഇതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ അരിപ്പൊടിയിലേക്ക് നമ്മുടെ ഈ ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം പറ്റുന്ന ചൂടാകുമ്പം ഇത് കൈകൊണ്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണേ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് എള്ളും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി 2 പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക, അതിലേക്ക് ഓയിൽ പുരട്ടുക. എന്നിട്ട് നമ്മുടെ ഈ മാവിനെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാവരുത് കേട്ടോ. എന്നിട്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വട്ടത്തിലുള്ള ഒരു ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് ആക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ രണ്ടറ്റവും നല്ലപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് നല്ല മുങ്ങിക്കിടക്കാവുന്ന അളവിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി വായവട്ടുള്ളൊരു കിണ്ണം വെച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ചെറുതും വലുതുമായിട്ടുള്ളത്. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് മെനക്കെടാന്ന് തോന്നുന്നേ ഉള്ളൂ. പക്ഷേ കടയിലൊക്കെ വാങ്ങിക്കുന്ന കുഴപ്പത്തിൻ്റെ പക്ക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.